നമ്മളിപ്പോ നമ്മളെ കൽപ്പഞ്ചേരി ചന്തയിലൊക്കെ നിൽക്കുന്നത്. ഇവിടെ ഒരു ലോഡ് പായസം ഇരിക്കുന്നത് കണ്ടത്. ഈ 4-5 ബക്കറ്റ് ഫുള്ള് പായസമാണ്. ഈ ഒരു പായസത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുടിച്ചു കഴിഞ്ഞാല് പല ഗുണങ്ങളുണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ ഈ കാക്കാനോട് ചോദിച്ചപ്പോൾ ഇതിന്റെ കുറെ ഗുണങ്ങളൊക്കെ പറയുന്നത്. കാക്കാനോട് ചോദിക്കുക ബാക്കി ഗുണങ്ങൾ എന്താണെന്നുള്ളത്. അതൊരു ഗ്ലാസ് ആദ്യം കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ രണ്ടാമത്തെ ഗ്ലാസ്സാണ്. അതുകൊണ്ട് അടിപൊളി സാധനമാണ്. കുടിച്ചോളി നല്ല പോളിസാണ്. ശർക്കര മാത്രം അല്ലേ? പഞ്ചസാരല്ല. അത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഇവിടെ കിട്ടുള്ളൂ. കൽപ്പഞ്ചേരി 2 ദിവസത്തേക്കാണ് കൂടുതൽ. പക്ഷെ ഇതിനൊരു പ്രത്യേകത കൂടി ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ശരീരത്തിന് സുഖം ആവേശം നല്ല കിട്ടണമെന്നാണ് ജനങ്ങളുടെ അഭിപ്രായം. 13 പരം സാധനങ്ങൾ ചേർത്തുണ്ടാക്കുന്ന സാധനം ജനങ്ങളെ അഭിപ്രായമാണ് നമുക്കുള്ളത്. നമുക്ക് ജനങ്ങൾ കുറിച്ച് രസം കണ്ട് ഉഷാറ് കണ്ട് ശരീര സുഖം കണ്ട് പിന്നീട് ഇങ്ങനെ കൂടുതൽ ചെലവ് നല്ലാതെ ഒട്ടും കുറവില്ല. 5 ബക്കറ്റ് 800 ഗ്ലാസ്. പിന്നെ ഇവിടെ മാത്രമേ കിട്ടുള്ളൂ. ആഴ്ചയിൽ പ്രാവശ്യം ഇവിടെ കിട്ടുള്ളൂ. കൽപ്പഞ്ചേരി എന്താ ചൊവ്വാഴ്ച മാത്രം. പിന്നെ വേറെ ഇവിടെ മാത്രമേ ഉള്ളൂ. വേറെ എവിടെയും കിട്ടൂല. നിങ്ങൾ വീട്ടിൽ തയ്യാറാക്കി കൊണ്ടുവരുന്നല്ലോ. നമ്മുടെ നേരത്തെ വന്നപ്പോ ഭയങ്കര ക്യൂ ആയിരുന്നേ. അതാണ് ഞാൻ പിന്നെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. കുറച്ചുകൂടി കഴിഞ്ഞാൽ തിരക്കുണ്ടാവും. 20 രൂപയല്ലേ ഒരു ഗ്ലാസ്സിന്? അപ്പൊ ഈ പായസം കൽപ്പഞ്ചേരി ചന്തയിൽ വരുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് വന്ന് ഇവിടെ ട്രൈ ചെയ്യാം. ഞാൻ കഴിച്ചിട്ടോ, നല്ല അടിപൊളി പായസമാണ്. ഇളനീർ ഈത്തപ്പഴമൊക്കെ മിക്സ് ചെയ്തിട്ട് പിന്നെ ഇതിൽ ഔഷധ ഗുണം ഉണ്ട് എന്നാണ് പറയുന്നത്. കുടിച്ചിട്ട് നമ്മൾ അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സാധനങ്ങളല്ലാതെ ഒന്നും ഇതിൽ ചേർക്കണില്ല. നാച്ചുറൽ ആയിട്ട് രായി, പാല്, നെയ്യ്, പിന്നെ ഈത്തപ്പഴമാണ് കൂടുതൽ. പിന്നെ ഇളനീരുണ്ട്, തേങ്ങ ഉണ്ട്, അങ്ങനെയുള്ള കുറെ നല്ല വിറ്റാമിൻ സാധനങ്ങൾ ചേർക്കുന്നുണ്ടായി. ജനങ്ങളുടെ അഭിപ്രായം ജനങ്ങൾക്ക് ശരീരത്തിന് നല്ല ആവേശമുണ്ട്, സുഖമുണ്ട്. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത അല്ലേ? അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യട്ടെ. അത് ട്രൈ ചെയ്തവരാരുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. അപ്പൊ ഓക്കെ, ഇതാണ് നാടുകള്. ഇത് ഇവിടുന്ന് ഒരുപാട് ആൾക്കാർ ഗൾഫിലേക്കൊക്കെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ ഈ സാധനം.